ഹായ്, ഇതുപോലൊരു തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത് കണ്ടാലോ? അതിനായിട്ട് ഞാനിവിടെ നെല്ലിക്ക കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് വെല്ലം ഒന്ന് പാവ് കാച്ചിയെടുക്കണം. വെല്ലം കുറുകി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെല്ലിക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കണം. ഇനി നമുക്കിത് വെല്ലം കുറുകി വരുന്നതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അത് കുറുക്കിയെടുക്കണം. അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നെല്ലിക്കയുടെ കളറൊക്കെ മാറുന്നത് വരെ നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ ഇതൊക്കെ കുറുകി നെല്ലിക്കയിലോട്ട് പിടിച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അതുവരെ ആക്കണം. ഇത് പെർഫെക്റ്റായിട്ട് വരണമെങ്കിൽ അടുത്ത ദിവസത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതാണ് ഞാൻ ഇറക്കി വെച്ച പരുവം. ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കുമ്പോൾ കാണുന്നുണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ആ വെള്ളമൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.